ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചോറ് കഴിക്കാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിത്തോരൻ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചെറിയ ഉള്ളി കുറേ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 പച്ചമുളക്, കറിവേപ്പില, ഒരു മുട്ട, ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ തിരുമിയത്. പിന്നെ ഇതിന് കൂടുതലായിട്ട് മസാലകൾ വേണ്ട. നമുക്കിപ്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ശകലം ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൊണ്ട് നമുക്ക് ഉള്ളിത്തോരനൊന്ന് വെച്ച് നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ചോറുണ്ണാനാണെങ്കിലും ഇപ്പോൾ പൊതി കൊണ്ടുപോകേണ്ടവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഓക്കേ, അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷം പാചകത്തിന് പോകാം. അപ്പോൾ നമുക്ക് ഈ സവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ട് തോരൻ്റെ രീതിയിലൊന്ന് അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള കട്ട് ചെയ്തു, അതേപോലെ ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്തു, പച്ചമുളക് അരിഞ്ഞു, കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ തേങ്ങ, മസാലകൾ. അപ്പോൾ നമ്മളെടുത്ത മസാല എന്ന് വെച്ചാൽ ഒരു മഞ്ഞളും എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട നമുക്ക് ടേസ്റ്റിന് വേണ്ടി നമുക്ക് ചിക്കി ഇതിനകത്ത് ഇടാൻ വേണ്ടിയാണ് നമുക്ക് എടുക്കുന്നത്. ഇത് വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മുട്ടയുടെ ആവശ്യമില്ല, അല്ലാത്തുള്ളവർക്ക് ഇതും കൂടെ മുട്ടയും കൂടെ നമ്മൾ ഇതിനകത്ത് ചിക്കി ഇട്ടിരുന്നാൽ നല്ലൊരു ടേസ്റ്റും ചോറിനാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കേ, അപ്പോൾ നമ്മളൊരു പാൻ വെച്ചു. അപ്പോൾ നമ്മൾ നല്ലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കടുക് വേണ്ടവർക്ക് കടുക് പൊട്ടിക്കുക. ഇപ്പം ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് വേണ്ടുന്നവർക്ക് മാത്രം കടുക് പൊട്ടിച്ചാൽ മതി. ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് സ്വല്പം കടുക് ഇതിലോട്ട് കൊടുക്കാം. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടട്ടെ. ആ സമയത്ത് നമുക്ക് കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കണം. അതിനുശേഷം 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഇട്ട് വഴറ്റണം. ആദ്യം സവോള ഇട്ട് വഴറ്റാൻ പാടില്ല, ആദ്യം ചെറിയ ഉള്ളിയാണ് നമ്മളിത് അന്ന് വഴറ്റുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴലട്ട്, എന്നിട്ട് സവോള ഇട്ട് കൊടുക്കാം. ഇത് ശരീരം തണുക്കാനായിട്ട് ഉപയോഗിക്കുന്ന നല്ല ഒരു വെറൈറ്റി തോരന നമ്മൾ ചെറിയ ഉള്ളി. സ്ത്രീകൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ചെറിയ ഉള്ളി തോരനോ വെറുതെ സലാഡോ എന്ത് ചെയ്ത് കഴിച്ചാലും ശരീരത്തിൽ നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ചെറിയ ഉള്ളി. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് സവോള ഇട്ട് കൊടുക്കണം.
ഒരു പകുതി ഈ ചെറിയ ഉള്ളി പകുതി ഒന്ന് വേഗമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ നമുക്ക് വെച്ചിരുന്നാൽ ഒരു 2 ദിവസം ഉപയോഗിക്കാൻ പറ്റും. പൊതിയൊക്കെ കൊണ്ടുപോകുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തോരന നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ചെറിയ ഉള്ളിയും സവാളയും ഓയിലും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി ഈ സമയത്ത് നമുക്ക് ഒരു ശകലം ഉപ്പ് ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഉപ്പിടുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ഉള്ളി ഒന്ന് വഴലാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത്. ജോലിക്കാർക്കൊക്കെ പൊതി കൊണ്ടുപോകുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഈ ഉള്ളിത്തോരന്. ശരീരത്തിന് നല്ലതാണ്, ആഹാരവും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു തോരനുണ്ടാക്കി നമുക്ക് വെച്ചിരുന്നാൽ 2-3 ദിവസം നമുക്ക് ഇതുപോലെ പൊതിച്ചോറിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് നല്ലൊരു ചമ്മന്തിയും ശകലം തൈരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴലണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് സ്റ്റീം കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്കിത് ഇതിന് മൂടി വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടപ്പ് ഒന്ന് മാറ്റി നോക്കാം. അപ്പം നല്ലതായിട്ട് ഇതൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിന് നല്ല അടുക്കി പിടിക്കാത്ത ഒരു തവയാണ് ആവശ്യം. എന്താ വെച്ചാൽ നമ്മളിതിനകത്ത് വെള്ളമേ നമ്മളിത് തൊടുന്നില്ല. ഇതുപോലെ നല്ലൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ആദ്യം ഒന്ന് കടുക് വറുത്തതിന് ശേഷം, ഇത് കടുക് വറക്കാതെ തന്നെ നമുക്ക് തോരൻ വയ്ക്കാം, പക്ഷേ കടുക് വറുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിന്ന് കടുക് വറുത്തിരിക്കുന്നത്. ഈ ഉള്ളിത്തോരൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാചകമാണ്. ഇത് ആരോഗ്യത്തിന് ദിവസം നമ്മൾ ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ചെറിയ ഉള്ളിയിലൊക്കെ ഉള്ള ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും നമ്മുടെ ദഹനത്തെയൊക്കെ നല്ലതായിട്ട് ഉപയോഗമുള്ളതാണ്. അതേപോലെ ഫൈബറുണ്ട്. ചോറിന് നല്ലൊരു തോരന് കൂടിയ ഇതിൻ്റെ കൂടെ ഒരു സാമ്പാറോ മീൻകറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഒരു ദിവസം ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2-3 ദിവസത്തേക്കിന് ഒരു ദിവസം ഇതുപോലെ നല്ലതായിട്ട് കുറേ ഏറെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇതുപോലെ തോരനാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇപ്പം നല്ലതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയിലൊക്കെ ധാരാളമായിട്ട് ആൻറ്റിബയോട്ടിക് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫൈബറും ഉണ്ട്.
ഇതുപോലെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ജീരകം, പിന്നെ ഒരു ശകലം ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഒരു ശകലം ഉപ്പ് ഇട്ടതുകൊണ്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇടാം. ഇപ്പോൾ ഇത്രയും ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം തൊടുന്ന പ്രശ്നമേ ഇല്ല, വെള്ളം തൊടത്തേ ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് ഇളക്കിയെടുക്കാൻ. നല്ല മസാലയുടെയും ഉള്ളിയുടെയും ഒക്കെ ഉള്ളിയുടെയും മസാലയുടെ ഒക്കെ നല്ലൊരു ഇഷ്ടമായിട്ടുള്ള ഒരു മണം നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് വീണ്ടും നമുക്കിത് അടച്ചു വയ്ക്കാം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പാചകമാണ് നമ്മൾ ഈ ഉള്ളിത്തോരന്. ഈ ചെറിയ ഉള്ളിയിലാണെങ്കിൽ തന്നെ പ്രകൃതിദത്തമായ ആൻറ്റിബയോട്ടിക് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്, ഏത് അസുഖക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചെറിയ ഉള്ളി. ദിവസവും നമുക്ക് ഇതുപോലെ ഉള്ളിത്തോരനുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ഉപയോഗമുള്ളതാണ്. ഈ ഉള്ളിത്തോരനകത്ത് ഫൈബറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് ദഹനത്തിനും വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. ഒരു അര കപ്പ് ചെറിയ ഉള്ളി, ഒരു 3 സവോള, ഞാനിപ്പോൾ 3 സവോളയും ഒരു അര കപ്പ് ചെറിയ ഉള്ളിയും, അതേപോലെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ ശകലം 2-3 ടേബിൾ സ്പൂൺ ഓയിലും എടുത്തിട്ടുണ്ട്. കടുക് വറക്കാനായിട്ട് ഒരു ശകലം കടുകും, അതുപോലെ കറിവേപ്പിലയും, തേങ്ങ ഒരു അര കപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പച്ചമുളക് ഇടുന്നതുകൊണ്ട് മുളക് പൊടി ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും തൊടത്തില്ല. അങ്ങനെ നല്ലതായിട്ട് തയ്യാറാക്കുന്ന ഒരു പാചകമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഈ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ നമ്മൾ വെള്ളമേ തൊട്ടിട്ടില്ല. ഈ ഉള്ളിയിൽ നിന്നൊക്കെയുള്ള വെള്ളം മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മളിതിനകത്ത് വെള്ളം ഒന്നുമേ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് വെച്ചിരുന്നാൽ തന്നെ കേടാകത്തില്ല. ആവശ്യത്തിന് എടുക്കുക, ബാക്കി ഒരു 2 പാത്രത്തിലാക്കി അങ്ങ് വെച്ചിരുന്നാൽ ആവശ്യത്തിന് ഉള്ള ദിവസം എടുത്ത് പുറത്ത് വയ്ക്കുക, ഒന്ന് ചൂടാക്കുക, ഉപയോഗിക്കാം. ഇനി നമുക്കിതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇടാം. അപ്പോൾ ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ മാത്രം പിന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് ഇതിനാവശ്യത്തിനുള്ള നേരത്തെയും കുറച്ച് ഉപ്പിട്ടത് കൊണ്ട് നമുക്കിതിന് വീണ്ടും ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്തുണ്ട്. മുട്ടയും ഇട്ട് കൊടുക്കുന്നത്, വെജിറ്റബിൾ മാത്രം ഉപയോഗിക്കുന്നവർക്ക് മുട്ടയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് മുട്ട വറുത്ത് ഒന്ന് ചിക്കി എടുത്തതാ. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇതിപ്പോൾ ഒരു മുട്ടയും കൂടെ വറുത്ത് ചിക്കി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കുന്നതായിരിക്കും. ഒരു മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഈ അടപ്പ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അടപ്പ് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഇളക്കി നമുക്കിതൊരു അടപ്പുള്ള കാസറോളിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ഇതുപോലൊരു കാസറോൾ എടുത്തിട്ടുണ്ട്. ഈ കാസറോളിലോട്ട് ഞാനിത് മാറ്റുക. വേറൊരു കാസറോളിലോട്ട്, അടപ്പുള്ളൊരു കാസറോളിലോട്ട് ഞാൻ എടുത്തു. അതിനുശേഷം ഇതിലോട്ട് 2-3 കറിവേപ്പില ഇടുന്നു. 2 ഇതള് മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് എടുക്കുക. ഉള്ളിത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ, ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്ത് വെച്ചിരുന്നാൽ തന്നെ നമുക്ക് പൊതിച്ചോറെടുക്കാനായാലും ഉച്ചയ്ക്ക് ഊണിനായാലും ഇതിൻ്റെ കൂടെ ഒരു സാമ്പാറോ മീൻകറിയോ മോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്വാദിഷ്ടമായ ഒരു ആഹാരത്തിൻ്റെ ഒരു സൈഡ് ആണ് ഈ ഉള്ളിത്തോരൻ. ഇത് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ശരീരം തണുപ്പിന് എല്ലാവർക്കും ഇതിനകത്തുള്ള ഫൈബറും ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തോരന ഇന്നിവിടെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. ചെറിയ ഉള്ളി ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയും പച്ചമുളക്. അതുപോലെ ഒരുപാട് മസാലകളുടെ ആവശ്യമില്ല. മഞ്ഞൾ പൗഡറും ഒരു ശകലം ജീരകവും മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഒരു തോരൻ, ഉള്ളിത്തോരൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും.